നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് കലഹം. ദിവ്യ പുകഴ്ത്തിയ രാഗേഷിനെതിരെ മുതിർന്ന നേതാക്കൾ. രാഗേഷ് മെയ്യനങ്ങാത്ത സ്ഥാനമോഹി. ദിവ്യ എസ് അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥ വാനോളം പുകഴ്ത്തിപ്പാടിയ CPM നേതാവായ രാഗേഷ് ഇപ്പോൾ വലിയ തോതിൽ വിയർക്കുകയാണെന്നാണ് കണ്ണൂരിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. നന്മ നിറഞ്ഞ ആളെന്നാണ് ദിവ്യ എസ് അയ്യർ രാഗേഷിനെ പുകഴ്ത്തിയത്. ഈ ഉദ്യോഗസ്ഥ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആകാശം മുട്ടെ പുകഴ്ത്തിയിരുന്നു. ഏതായാലും കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയായ IAS ഉദ്യോഗസ്ഥ നടത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രേമഗാനാലാപനം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും വല്ലാതെ കൊണ്ടിരിക്കുകയാണ്. ആ ദേഷ്യവുമായി കോൺഗ്രസുകാർ സമൂഹ മാധ്യമങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു IAS ഉദ്യോഗസ്ഥ പുകഴ്ത്തി പാടിയതിൽ ആനന്ദിച്ചുകൊണ്ട് കണ്ണൂരിലെത്തിയ KK രാഗേഷ് എന്ന നേതാവ് ഇപ്പോൾ വലിയ അങ്കലാപ്പിലുമാണ്. കേരളത്തിലെ CPMന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിയായി രാഗേഷിനെ തെരഞ്ഞെടുത്തതിലുള്ള എതിർപ്പാണ് പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് നടന്നത്. പിണറായി വിജയൻ രാഗേഷിനെ സെക്രട്ടറി ആക്കുന്നതിന് മുൻകൂട്ടി തീരുമാനമെടുത്തുകൊണ്ട് യോഗത്തിനെത്തി എന്ന വിമർശനമാണ് ഉയർന്നത്. കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ ആരുമായും ചർച്ച നടത്താതെ പിണറായി വിജയൻ ഏകപക്ഷീയമായി രാഗേഷിനെ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചതിലാണ് പ്രതിഷേധം. CPMന്റെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പുതിയ സെക്രട്ടറിയെ കണ്ടെത്തണമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ആരാണ് പുതിയ ജില്ലാ സെക്രട്ടറി എന്നത് സംബന്ധിച്ച ആലോചനകൾ പാർട്ടി കോൺഗ്രസിന് ശേഷം നടന്നു വരികയായിരുന്നു. കണ്ണൂരിലെ മുതിർന്ന CPM നേതാക്കൾ പരിചയസമ്പന്നരും അർഹരുമായ സഖാക്കളെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു വരുന്നു. ഈ പേരുകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദത്തിലിരുന്ന KK രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. കണ്ണൂരിലെ മുതിർന്ന CPM നേതാക്കളായ EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ, കാരായി രാജൻ, M സുരേന്ദ്രൻ, TK ഗോവിന്ദൻ തുടങ്ങിയവരായിട്ടും സെക്രട്ടറിയുടെ കാര്യത്തിൽ പിണറായി വിജയൻ ഒരു ചർച്ച പോലും നടത്തിയില്ല എന്ന പരാതിയാണുള്ളത്. പുതിയ ജില്ലാ സെക്രട്ടറിയായി വന്നതിൽ M പ്രകാശൻ മാസ്റ്റർ അല്ലെങ്കിൽ TV രാജേഷ് എന്നീ പേരുകളിലാണ് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ എത്തിയിരുന്നത്. ഈ പേരുകളെല്ലാം ഒരു പരിഗണനയും നടത്താതെ തള്ളിക്കൊണ്ടാണ് പിണറായി വിജയൻ തീരുമാനം പ്രഖ്യാപിച്ചത്. സമീപകാലത്തായി ഒറ്റക്കെട്ടായി നിന്നിരുന്ന കണ്ണൂർ ജില്ലയിലെ CPMലെ മുതിർന്ന നേതാക്കൾ പലരും ഈ പല തട്ടുകളിൽ പ്രവർത്തിക്കുന്ന സ്ഥിതിയിലാണിപ്പോൾ. പിണറായി വിജയൻ എന്ന നേതാവിനൊപ്പം എന്തും ചെയ്യാൻ തയ്യാറായി നിന്നിരുന്ന മുതിർന്ന നേതാക്കൾ ആ ബന്ധം ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. ജയരാജന്മാരായ 3 പേരും കണ്ണൂരിൽ തന്നെ സ്വന്തം പണികളുമായി ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു മുന്നോട്ട് പോവുകയാണ്. പിണറായി വിജയന്റെ പാർട്ടി കാര്യങ്ങളിൽ പോലുമുള്ള ഏകപക്ഷീയ നിലപാടുകളാണ് ഒപ്പം നിന്ന മുതിർന്ന നേതാക്കളെ അകറ്റിയത് എന്നൊരു അഭിപ്രായവുമുണ്ട്. CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി ചുമതലയേറ്റ നിലവിലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന രാഗേഷ് ഏതായാലും ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. വലിയ തോതിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് രാഗേഷിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ ഉയരുന്നത്. കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടവരും ജയിലിൽ കിടന്നവരും മർദ്ദനം ഏറ്റുവാങ്ങിയവരും എല്ലാം ഒതുക്കപ്പെട്ടപ്പോൾ പാർട്ടിക്കായി കാര്യമായ ഒരു പണിയും എടുക്കാത്ത രാഗേഷ് ജില്ലാ സെക്രട്ടറി ആകുന്നതിൽ വലിയ പ്രതിഷേധവുമുണ്ട്. CPMന്റെ വിദ്യാർത്ഥി വിഭാഗമായ SFIയുടെ ദേശീയ നേതാവ് മാത്രമായിരുന്ന രാഗേഷ് പിണറായിയുടെ സഹായത്താൽ ഒരു സുപ്രഭാതത്തിൽ രാജ്യസഭാ അംഗമായി. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടു. പാർട്ടിയുടെ പേരിൽ എല്ലാ കാലത്തും സുഖജീവിതം നേടിയെടുത്ത രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കിയത് പാർട്ടിക്കായി ജീവിതം കളഞ്ഞ പല സഖാക്കളെയും ആക്ഷേപിക്കുന്നതിന് തുല്യമായി. ഏതായാലും പാർട്ടിയിലെ സർവാധിപതിയായി ഇപ്പോഴും നിലനിൽക്കുന്ന പിണറായി വിജയന്റെ സഹായത്താൽ ജില്ലാ സെക്രട്ടറി പദത്തിലേക്ക് കയറ്റപ്പെട്ട രാഗേഷ് സഖാവിന് ജില്ലയിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ വല്ലാതെ പണിയെടുക്കേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത്. അത്ര പെട്ടെന്ന് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ജില്ലയിലെ CPMന്റെ മുതിർന്ന നേതാക്കൾ രാഗേഷിനെ ഉൾക്കൊള്ളും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതുമില്ല. നന്ദി, നമസ്കാരം.